ഒരു കുഞ്ഞൊരു ഈവനിങ് വ്ളോഗാണ് കേട്ടോ. വൈകുന്നേരം ആയപ്പോഴത്തേക്ക് വീട് നോക്കാനുള്ള പോക്ക് തന്നെയാണ്, വേറെ എങ്ങോട്ട് പോകാനാ. ഇപ്പോൾ അതല്ലേ നമുക്ക് മുഖ്യമായിട്ട് നിൽക്കുന്നേ. അങ്ങനെ വീട്ടിൽ നിന്ന് ഇറങ്ങി കല്ലുന്താഴത്ത് ചെന്നു. അവിടെ ചെന്ന് എത്താൻ നല്ലൊരു പാടാണ്, കാരണം വണ്ടികളിങ്ങനെ വന്നുകൊണ്ടേ നിൽക്കുകയാണ്. നല്ല തിരക്കല്ലേ ഈവനിങ് ടൈം, അല്ലാതെ തന്നെ നല്ല തിരക്കാണ്. അങ്ങനെ ഇതാ അവിടെ ചെന്ന് നിന്നപ്പോഴത്തേക്ക് ഒരു ബസ് കിട്ടി. കുറച്ച് കഴിഞ്ഞപ്പോഴേ കിട്ടി കേട്ടോ. അതിൽ കയറി ഞാൻ കടപ്പാക്കട ഇറങ്ങി. സ്റ്റുഡിയോയുടെ ഫ്രണ്ടിലാട്ടോ. അവിടെ നിന്ന് നിൽക്കാൻ പറഞ്ഞു കുഞ്ഞൻ. അതുവഴി വന്ന് ഞാൻ കൂട്ടിക്കൊണ്ട് പൊക്കോളാന്ന് പറഞ്ഞു കേട്ടോ. അങ്ങനെ ഞാൻ അവിടെ നിന്നു. അത് കഴിഞ്ഞ് ഞങ്ങളിതാ പോയി. നമ്മൾ പോയതെന്ന് വെച്ചാൽ അന്ന് നമ്മൾ പോയില്ലേ ഒരു ഫ്ലാറ്റ് നോക്കാൻ വേണ്ടിയിട്ട്, ആ വഴി തന്നെ അതിൻ്റെ തൊട്ടപ്പുറത്തോട്ട് മാറിയിട്ടാട്ടോ ഈ ഒരു വീട്. അന്ന് ഞങ്ങൾ വിളിച്ചപ്പോൾ അവർ ഫോൺ എടുത്തില്ല, അല്ലെങ്കിൽ നമ്മൾ അതും കൂടെ കണ്ടിട്ടേ ഇറങ്ങത്തുള്ളായിരുന്നു. അങ്ങനെ ഇതാ അവിടെ ചെന്ന് വീട് കണ്ടപ്പോൾ വീട് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു കേട്ടോ. അടിപൊളി ഒരു വീടാണ്, പറയാതിരിക്കാൻ വയ്യ, അടിപൊളിയാണ്. നമ്മൾ ആദ്യം പോയി കണ്ടിരുന്ന ഒരു വീടില്ലേ, അത് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു. ഇത് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടും, കാരണം എനിക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ടായിരുന്നു. ഞങ്ങൾ രണ്ടുപേർക്കും ഒരേപോലെ ഇഷ്ടപ്പെട്ടായിരുന്നു ഈ വീടും. അപ്പോൾ ഇവിടെ എന്ന് വെച്ചാൽ റെൻറ്റ് അല്പം കൂടുതലായിട്ടോ. നമ്മളൊന്ന് സംസാരിച്ച് നോക്കിയിട്ടുണ്ട്, അതിലവർ അഡ്ജസ്റ്റ് ചെയ്യുമോ എന്ന് ചോദിച്ചിട്ടുണ്ട്. അവരൊന്നും പറഞ്ഞിട്ടില്ല ഇതുവരെ. അപ്പോൾ എന്തെങ്കിലും പറയുവാണെങ്കിൽ നമുക്ക് ഈ വീട് നോക്കാം എന്നുള്ള രീതിയിലാണ് അവർ. പക്ഷേ അങ്ങോട്ട് ഒരു അഡ്ജസ്റ്റ് ചെയ്യുന്ന ഒരു രീതിയിലല്ല അവരുടെ സംസാരം കേട്ടിട്ട്. എന്നാലും നമുക്ക് നോക്കാം. നമുക്ക് ഒരുപാട് വാടക കൊടുത്തൊന്നും നമുക്ക് നിൽക്കാൻ പറ്റത്തില്ലല്ലോ നമ്മുടെ സാഹചര്യത്തിന്. നമ്മുടെ സാഹചര്യം എന്താണെന്ന് നിങ്ങൾക്ക് അറിയത്തില്ലേ. അപ്പോൾ അതുകൊണ്ട് നമ്മളിത് എന്തായാലും പെൻഡിങ്ങിൽ വെച്ചേക്കാണ്. പിന്നെ ഇതാ എനിക്ക് കൂടുതലായിട്ട് ഇഷ്ടപ്പെട്ടത് ദാ ഈ ഒരു വാതിലാട്ടോ. അടുക്കളയിലെ വാതിൽ ഫുള്ള് തുറന്നിടേണ്ട ആവശ്യമില്ല. താഴത്തെ തട്ട് നമുക്ക് അടച്ചിട്ട് മുകളിൽ മാത്രം തുറന്നിട്ടാലും നമുക്ക് പുറത്തുള്ള കാര്യങ്ങളൊക്കെ കാണാനും എടുക്കാനൊക്കെ പറ്റുമല്ലോ. പിന്നെ ഇതാ ഇത്രയും മുറ്റമാണ് കേട്ടോ ഇവിടെ ഉള്ളത്. എനിക്ക് അവിടെ വെള്ളം പിടിക്കുമോ, അവിടെ വെള്ളം വന്നിട്ട് അവിടെ തന്നെ ആണെന്ന് തോന്നുന്നു വീഴുന്നത്. പൈപ്പ് അങ്ങോട്ടാട്ടോ കൊടുത്തേക്കുന്നത്. മുകളിൽ നിന്നൊക്കെ വരുന്ന വെള്ളം ഇങ്ങനെ ഒരു പൈപ്പ് ഇങ്ങനെ കൊടുത്തിട്ടുണ്ട്. അതിൽ നിന്ന് വന്ന് വീഴുമ്പോൾ ഇങ്ങോട്ട് വെള്ളം കയറുമോ ഇല്ലയോ എന്ന് മാത്രമേ എനിക്ക് ഡൗട്ടുള്ളൂ. കാരണം നമ്മൾ അവിടെ ചവിട്ടിയപ്പോൾ ആ ഒരു കട്ടളയുടെ ഭാഗമൊക്കെ നനവുണ്ടായിരുന്നു. അതുകൊണ്ട് ഉള്ളിലൊരു പേടി. ഇപ്പം 2 ദിവസമായിട്ട് മഴയൊന്നും ഇല്ലാത്ത സമയത്തല്ലേ നമ്മളവിടെ പോയത്. അതുകൊണ്ട് തന്നെ ഇനി വെള്ളം കയറി കഴിഞ്ഞാൽ പിന്നെ നമ്മൾ അവിടെ നിന്ന് മാറേണ്ടി വരത്തില്ല. ഇവിടുന്ന് മാറി അങ്ങോട്ട് മാറി അവിടെ നിന്ന് പിന്നെയും വാരിക്കെട്ടിക്കൊണ്ടൊക്കെ പോകുകയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഭയങ്കര ബുദ്ധിമുട്ടുള്ളൊരു കാര്യം തന്നെയാണ്. അതുകൊണ്ട് എന്തായാലും നോക്കാം. പിന്നെ നമ്മൾ അവരോട് വിളിച്ച് സംസാരിച്ചിട്ടുണ്ട്. അവരെന്താ പറയുന്നത് നോക്കിയിട്ട് ഇനി നമ്മൾ അതിനെക്കുറിച്ച് ആലോചിച്ചാൽ മതിയല്ലോ. പിന്നെ വരുന്ന വഴി ഇത്തിരി മോശമാട്ടോ. അതായത് റോഡിൽ നിന്ന് കുറച്ച് കയറുന്ന ഉൾഭാഗത്തോട്ട് നമുക്ക് ഒരു കാർ അഡ്ജസ്റ്റ് ചെയ്ത് കയറിപ്പോകാം. തിരിച്ച് വണ്ടി അവിടെ നിന്ന് ബൈക്കോ സൈക്കിളോ എന്തെങ്കിലും വന്നാൽ നമ്മൾ ബാക്ക് എടുത്ത് വേണം വരാൻ. അത്രയൊരു ബുദ്ധിമുട്ടുണ്ട്. പിന്നെ അടുത്തായതുകൊണ്ട് നോക്കാമെന്നുള്ള രീതിയിലാണ്. പിന്നെ ഇതാ ഞങ്ങൾ വരുന്ന വഴിക്ക് ഫുഡ് വാങ്ങിച്ചിട്ട് വന്നു. അൽഫാം മന്തി ആയിട്ടോ. ആ ഒരു കടപ്പാക്കട ഒരു കടയുണ്ട്, കുഴിമന്തി കട എന്നൊക്കെ പറഞ്ഞ്, അവിടെ നിന്നാട്ടോ മേടിച്ചത്. നല്ല ഫുഡാണ് അവിടുത്തെ. ഞങ്ങൾ അതുവഴി വരുമ്പോൾ സ്ഥിരമായിട്ട് അവിടെ നിന്നാണ് മേടിക്കുന്നത്. പിന്നെ മേടിച്ചപ്പോഴേ ഞാൻ ചോദിച്ചു നമ്മൾ രണ്ടും തട്ടി പോകുമെന്നായിരുന്നു. ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാനും ആരും ഇല്ലല്ലോ, എന്തെങ്കിലും വന്നു പോയാൽ. പിന്നെ അവിടെ നല്ല തിരക്കായതുകൊണ്ട് കുഴപ്പമില്ല എന്നുള്ള രീതിയിലാട്ടോ കുഞ്ഞൻ പറഞ്ഞത്. എന്തായാലും ഞങ്ങൾ വന്നപ്പോഴേ ഫുഡ് കഴിച്ചു. വെച്ചിരുന്ന് നമ്മൾ കേടാക്കി കളഞ്ഞിട്ട് പിന്നെ എന്തെങ്കിലും ആക്കണ്ട എന്ന് വിചാരിച്ചിട്ട് അങ്ങനെ ഫുഡൊക്കെ കഴിച്ച് പിന്നെ പാത്രങ്ങളൊക്കെ കഴുകി പറക്കി. അപ്പോൾ ഇത്രയൊക്കെയുള്ളൂ. അടുത്തിട്ട് കാണുന്നതായിരിക്കും. ടാറ്റാ, വി സീ യു.